നമസ്കാരം കൂട്ടുകാരെ, പള്ളിപ്പുറം ടോക്സിലേക്ക് സ്വാഗതം. ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ തൻ്റെ ചാനലിലൂടെ ശ്രീ രാഹുൽ ഈശ്വർ പ്രകടിപ്പിച്ച ചില അഭിപ്രായങ്ങളാണ് ഈ വീഡിയോയ്ക്ക് ആധാരം. ഒരു വലതുപക്ഷ നിരീക്ഷകൻ എന്നറിയപ്പെടുന്ന രാഹുൽ ഈശ്വറിന്റെ അഭിപ്രായങ്ങളോട് പലപ്പോഴും വിയോജിപ്പ് പുലർത്തുന്ന ഒരാളാണ്. എങ്കിൽ പോലും അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ വീഡിയോയിൽ പറഞ്ഞ ചില പരാമർശങ്ങൾ അത് തികച്ചും സ്വാഗതാർഹമാണ്. അതിലൊന്നാമത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, കേരളത്തിൽ ഹിന്ദു എന്നുള്ള ആ ഒരു ഫ്രെയിം വർക്ക് അത് നിലനിൽക്കുന്നതിന്റെ കാരണം, അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഇപ്പോൾ നിലകൊള്ളുന്നതിന്റെ കാരണം ശ്രീനാരായണ ഗുരു, അയ്യൻകാളി, മന്നത്ത് പത്മനാഭൻ, ചട്ടമ്പി സ്വാമികൾ ഇങ്ങനെയൊക്കെയുള്ള നവോത്ഥാന നായകരുടെ ഇടപെടൽ മൂലമുണ്ടായ ജനകീയ മുന്നേറ്റങ്ങളുടെ ഫലമായാണ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞ ആ കാലഘട്ടം നമ്മുടെ നവോത്ഥാന നായകർ അവരുടെ ഇടപെടൽ മൂലമുണ്ടായ ജനകീയ മുന്നേറ്റങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ദളിത് പിന്നോക്ക സമൂഹവും ഗോത്രവർഗ ജനതയും ഒക്കെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകന്നു നിന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഒരു ചെറു ന്യൂനപക്ഷമായിരുന്ന അക്കാലത്തെ ഫ്യൂഡൽ മാടമ്പിമാരുടെയും ജന്മിമാരുടെയും എല്ലാം സുഖഭോഗങ്ങൾ നിറഞ്ഞ ജീവിതത്തിന് വേണ്ടി അടിമപ്പണി ചെയ്യാൻ വിധിക്കപ്പെട്ട മഹാഭൂരിപക്ഷം ആൾക്കാരായിരുന്നു കേരളത്തിലെ അന്നത്തെ കീഴാള ജനത. കാലത്തൽപ്പം കഞ്ഞി തരും, വൈകിട്ടെട്ടണ കൂലി തരും, തമ്പ്രാൻ എന്ന് വിളിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്ന കാലഘട്ടം അതായിരുന്നു ആ കാലഘട്ടത്തിന്റെ പ്രധാന പ്രത്യേകത. ആ വ്യവസ്ഥിതി നിലവിലുണ്ടെങ്കിൽ പോലും അവർ കൃത്യമായി നമ്മുടെ വയലേലകളിലും പണിശാലകളിലും പറമ്പുകളിലുമെല്ലാം ആ തമ്പ്രാക്കന്മാരുടെ പത്തായങ്ങളും കളപ്പുരകളും നിറയ്ക്കുന്നതിന് വേണ്ടി പണിയെടുത്തിരുന്നു. അവരുടെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശമില്ല, വിദ്യാഭ്യാസം ചെയ്യാൻ അവകാശമില്ല, ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവർ എന്നുള്ള രീതിയിൽ അവർ മാറ്റി നിർത്തപ്പെടുന്ന കാലഘട്ടമായിരുന്നു അത്. സവർണ മാമൂലുകളെ നെഞ്ചോടടുക്കി പിടിച്ചിരുന്ന ആ ഒരു ചെറിയ വിഭാഗം ജന്മിമാരും മാടമ്പിമാരുമെല്ലാം ഏതെങ്കിലും രീതിയിൽ ഒരു കീഴാളൻ തീണ്ടിയാൽ, തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാകും എന്ന് വിശ്വസിച്ച് കൽപ്പിച്ച് നടന്നിരുന്ന കാലഘട്ടമാണ്. അത്തരമൊരു കാലത്ത് കേരളത്തിലെ കീഴാളനും ദളിത് പിന്നോക്ക സമൂഹക്കാരനും ഗോത്രവർഗക്കാരനുമൊക്കെ ചിന്തിച്ചു നോക്കിയപ്പോൾ നമുക്കും എന്തുകൊണ്ട് പൗലോസായിക്കൂടാ? കാരണം സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാനും വിദ്യാഭ്യാസം ചെയ്യാനും സാമൂഹ്യ നീതി ഉറപ്പുവരുത്താനും ഒക്കെ പൗലോസായാൽ നന്നാകുമെന്ന് അവർ സ്വപ്നം കണ്ടു. അതിന്റെ ഫലമായിരുന്നു നവോത്ഥാന കാലഘട്ടത്തിന് മുമ്പ് കേരളത്തിൽ നടന്ന വൻതോതിലുള്ള മതപരിവർത്തനം. എന്നാൽ ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യൻകാളി, മന്നത്ത് പത്മനാഭൻ, കെ പി കറുപ്പൻ, വി ടി ഭട്ടതിരിപ്പാട് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ അനവധി വരുന്ന സാംസ്കാരിക നവോത്ഥാന നായകന്മാരുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങളുടെയും ജനകീയ മുന്നേറ്റങ്ങളുടെയും ഒക്കെ ഫലമായി അത്തരം സമൂഹത്തിൽ താഴേക്കിടയിൽ നിന്ന് അധസ്ഥിത വർഗങ്ങൾ മുഖ്യധാരയിലേക്ക് കടന്നു വരികയും അതോടുകൂടി മതപരിവർത്തനങ്ങളുടെ പ്രസക്തി ഇല്ലാതാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വർ അക്കാര്യത്തിൽ വിളിച്ചു പറഞ്ഞത് പച്ചയായ സത്യമാണ്. എന്നാൽ കേരളം വിട്ടുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലുമെല്ലാം ഇതല്ല സ്ഥിതി. നവോത്ഥാന കാലഘട്ടത്തിന് മുമ്പുള്ള കേരളത്തിന്റെ
അവസ്ഥ പിന്തുടരുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ ഗ്രാമങ്ങൾ ഇപ്പോഴുമുണ്ട്. വിരലിൽ എണ്ണാവുന്ന കീഴാളവർഗങ്ങളുടെ പ്രതിനിധികൾ ഏതെങ്കിലും സ്ഥാനമാനങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ സമൂഹത്തിലെ ദളിത് പിന്നോക്ക സമൂഹത്തിലെയും വനവാസി ഗോത്ര സമൂഹത്തിലെയും ഒക്കെ ആൾക്കാർ ഇന്നും യാതൊരു പുരോഗതിയുമില്ലാതെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനെപ്പറ്റിയും രാഹുൽ ഈശ്വർ ആ വീഡിയോയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മൾ അല്പം കൂടി ലളിതമായി പറഞ്ഞാൽ, വിശക്കുന്നവന് ചോറാണ് ദൈവം, അല്ലെങ്കിൽ ചോറ് കൊടുക്കുന്നവനാണ് ദൈവം. പാർപ്പിടമില്ലാത്തവന് കിടപ്പാടം കൊടുക്കുന്നവനാണ് ദൈവം. രോഗാതുരനായ ഒരാളിന് മരുന്നും സാന്ത്വനവും പരിചരണവും കൊടുക്കുന്നവനാണ് ദൈവം. വിദ്യാഭ്യാസമില്ലാത്തവന് അതിനുള്ള സംവിധാനം ചെയ്തു കൊടുക്കുന്നവനാണ് ദൈവം. അത്തരം സൗകര്യങ്ങൾ ഒന്നും ലഭ്യമാകാതെ ഇന്നും ഒരു വിഭാഗം പ്രമാണിമാരുടെ പീഡനങ്ങളൊക്കെ അനുഭവിച്ച് കഴിയുന്ന ഒട്ടേറെ ദളിത് സമൂഹങ്ങൾ, അതുപോലെ തന്നെ പിന്നോക്ക ഗോത്രവർഗ സമൂഹങ്ങളൊക്കെ ഇന്ത്യയിൽ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമൂഹത്തിന് ഈ പറഞ്ഞ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും പ്രദാനം ചെയ്ത് അവർ സമൂഹത്തിലെ മേലാളന്മാർക്ക് പീഡിപ്പിക്കാനുള്ള ഉപകരണങ്ങളല്ല എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആ പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രദാനം ചെയ്ത് മുഖ്യധാരയിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടാണ് മതപരിവർത്തനത്തെക്കുറിച്ച് വേവലാതിപ്പെടുന്നത്. അല്ലാതെ ഈ കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും ഒക്കെ അനുഭവിച്ച് കടന്നു പോകുന്ന ഒരു ജനതയുടെ അണ്ണാക്കിലേക്ക് മതം തിരികിയിട്ട് ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. അക്കാര്യത്തിൽ രാഹുൽ ഈശ്വർ പ്രകടിപ്പിച്ച ആ അഭിപ്രായങ്ങൾ തികച്ചും സ്വാഗതാർഹമാണ്. എന്റെ ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ. സ്നേഹിതരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. സസ്നേഹം, നിങ്ങളുടെ പ്രദീപ് കുമാർ.